കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ഗുരുകുലങ്ങളിലൊന്നാണ് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠം എന്ന തൃശ്ശൂർ വടക്കേ മഠം ബ്രഹ്മസ്വം. ഇപ്പോൾ അത് ഒരു റെസിഡൻഷ്യൽ വേദിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഋഗ്വേദവും യജുർവേദവും പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യ വേദപാഠശാല. ശ്രീശങ്കര പരമ്പരയിലെ ഹസ്താമലക ആചാര്യർ സ്ഥാപിച്ച വടക്കേ മഠം എന്ന സന്യാസി മഠമാണ് കാലാന്തരത്തിൽ വടക്കേ മഠം ബ്രഹ്മസ്വം അല്ലെങ്കിൽ ബ്രഹ്മസ്വം മഠം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനമായി വളർന്ന് വികസിച്ചത്. 9-ാം നൂറ്റാണ്ടിലാണത്രേ കേരളത്തിലെ സാംസ്കാരികമായ ഒരു നവോത്ഥാനം ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ കേരളത്തിലെമ്പാടും വിവിധ തരത്തിലുള്ള ശാലകൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്തായിരുന്നു ശാലകൾ സ്ഥാപിച്ചത്. ഈ ശാലകളിൽ വേദപഠനവും ആയോധനവിദ്യയും ശാസ്ത്രപഠനവും തുടങ്ങി വിവിധ തരത്തിലുള്ള പഠനങ്ങൾക്കുള്ള സൗകര്യവും ആ പഠനത്തിനു വേണ്ടി കുട്ടികളെ താമസിപ്പിച്ച് അവർക്ക് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പദ്ധതിയുമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് കാന്തളൂർ ശാല, പാർത്ഥിവപുരം ശാല തുടങ്ങിയ വിവിധ ശാലകൾ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ശ്രേഷ്ഠതരമായി അംഗീകരിക്കപ്പെടുകയുണ്ടായി. ഇത്തരം ശാലകളാണ് പിന്നീട് സഭാമഠങ്ങളും സന്യാസി മഠങ്ങളും ബ്രഹ്മസ്വം മഠങ്ങളും ആയിട്ട് രൂപം പ്രാപിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 18 സഭാമഠങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അവ കർമ്മി സഭാമഠങ്ങൾ, ശാസ്ത്രസഭാമഠങ്ങൾ, സന്യാസി സഭാമഠങ്ങൾ എന്നിങ്ങനെ 3 തരത്തിലായി തിരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കർമ്മി സഭാമഠങ്ങളാണ് വേദപഠനത്തിനുള്ള സ്ഥാപനമായി പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. ഗുരുമുഖത്തു നിന്ന്, ഗുരുവിൽ നിന്ന് നേരിട്ട് കേട്ട് അഭ്യസിക്കുന്ന ആ ഒരു സമ്പ്രദായം നിലനിന്നിരുന്നതിനാൽ പാഠത്തിന് ശുദ്ധിയും ഐക്യരൂപവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൃശ്ശൂരും തിരുനാവായയുമായിരുന്നു വേദവിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രങ്ങൾ. 8-ാം നൂറ്റാണ്ടിൽ ശ്രീശങ്കര ഭഗവത്പാദർ വേദാന്ത പ്രചരണത്തിനു വേണ്ടി ഭാരതത്തിൻ്റെ 4 ഭാഗത്ത് ഓരോ മഠങ്ങൾ സ്ഥാപിച്ചു. ദക്ഷിണേന്ത്യയിൽ ശൃംഗേരിയിൽ, പടിഞ്ഞാറൻ ഭാഗത്ത് ദ്വാരകയിൽ, വടക്കൻ ഭാഗത്ത് ബദരിയിലുള്ള ജോഷി മഠ്, കിഴക്കൻ ഭാഗത്ത് ഒറീസയിലെ പുരി. ഇങ്ങനെ 4 മഠങ്ങളാണ് ശങ്കരാചാര്യസ്വാമികൾ സ്ഥാപിച്ചത്. ഓരോ മഠത്തിൻ്റെയും ചുമതല അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഓരോരുത്തർക്കായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ വടക്കുന്നാഥനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറെ ചിറയുടെ കിഴക്കേ ഭാഗത്ത് ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴെയായി 4 മഠങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഈ മഠങ്ങൾ വടക്കേ മഠം, നടുവിൽ മഠം, ഇടയിൽ മഠം, തെക്കേ മഠം എന്നീ പേരുകളിൽ അറിയപ്പെടാൻ ഇടയായി. ഈ മഠങ്ങളിൽ വടക്കേ മഠത്തിൻ്റെ ചുമതല ഹസ്താമലകാചാര്യർക്കും, നടുവിൽ മഠത്തിൻ്റെ ചുമതല സുരേശ്വരാചാര്യർക്കും, ഇടയിൽ മഠത്തിൻ്റെ ചുമതല തോടകാചാര്യർക്കും, തെക്കേ മഠത്തിൻ്റെ ചുമതല പത്മപാദാചാര്യർക്കും നൽകി. ശ്രീശങ്കര ഭഗവത്പാദരുടെ ശിഷ്യർ, പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാർ, അവരുടെ പരമ്പരയായി സന്യാസി മഠങ്ങളായി തന്നെ ഈ 4 മഠങ്ങളും സംരക്ഷിച്ചു വന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വടക്കേ മഠത്തിലെ സന്യാസിവര്യൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പരമ്പരകളെ വാഴിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. ആ കാലഘട്ടത്തിൽ തൃശ്ശൂർ വടക്കേച്ചിറയുടെ അടുത്ത് നിലകൊള്ളുന്ന ഭക്തപ്രിയം ക്ഷേത്രം, ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടന്നിരുന്ന വേദപഠനം വാദ്യാൻ്റെ നേതൃത്വത്തിലായിരുന്നു. ചാങ്ങലിയോട് വാദ്യാനെ സ്വാമിയാർ വിളിച്ചു വരുത്തി വടക്കേ മഠത്തിൻ്റെ പൂർണ്ണമായ ചുമതലയും തൃശ്ശൂർ യോഗത്തിനു വേണ്ടി വാദ്യാന് ഏൽപ്പിച്ചു കൊടുത്തു. അതോടെ വടക്കേ മഠം സന്യാസി മഠം അല്ലാതായി തീർന്നു. അത് വടക്കേ മഠം ബ്രഹ്മസ്വം എന്ന പേരിലുള്ള വേദപാഠശാലയായി മാറി. ഈ വടക്കേ മഠം ബ്രഹ്മസ്വം എന്ന വേദപാഠശാലയാണ് പിന്നീട് എളുപ്പത്തിൽ ബ്രഹ്മസ്വം മഠം എന്ന പേരിൽ വിശ്രുതമായി മാറിയത്. വടക്കേ മഠത്തിലുണ്ടായിരുന്ന സന്യാസിവര്യൻ വാദ്യാനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് സ്ഥലം വിട്ടു. പോകും വഴി അദ്ദേഹം കാസർഗോഡ് എത്തിയപ്പോൾ അവിടെ
അദ്ദേഹത്തെ കണ്ടെത്തിയ ആ നാട്ടുകാർ അദ്ദേഹത്തിനോട് അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ താമസിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകണമെന്ന് അപേക്ഷിച്ചു. അവർ തന്നെ അദ്ദേഹത്തിനു വേണ്ടി ഒരാശ്രമം അവിടെ പണിതുകൊടുത്തു. അതാണ് ഇടനീർ മഠം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന മഠം. തോടകാചാര്യ പരമ്പരയിലെ ഇടയിൽ മഠം തൃശ്ശൂരിൽ നിന്ന് താനൂരിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ മാറ്റി സ്ഥാപിക്കപ്പെട്ട മഠമാണ് തൃക്കൈക്കാട്ട് മഠം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. അതോടെ 4 മഠങ്ങളുണ്ടായിരുന്ന തൃശ്ശൂരിൽ ഇപ്പോൾ 3 മഠങ്ങൾ മാത്രമായി ചുരുങ്ങി. തെക്കേ മഠം, നടുവിൽ മഠം എന്നീ സന്യാസി മഠങ്ങളും വടക്കേ മഠം ബ്രഹ്മസ്വം എന്ന അല്ലെങ്കിൽ ബ്രഹ്മസ്വം മഠം എന്ന വേദപാഠശാലയും. ഈ വേദപാഠശാലയിൽ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി അനുസ്യൂതം അവിഛിന്നമായി വേദപഠനം നടന്നുവരുന്നു. ഇപ്പോൾ 11 വർഷത്തെ വേദപഠന കോഴ്സ് ആണ് നടന്നുവരുന്നത്. ആദ്യത്തെ 5 വർഷം പ്രിലിമിനറി കോഴ്സ് അല്ലെങ്കിൽ സംഹിത കോഴ്സ് ആണ്. ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ മഠത്തിൽ തന്നെ പൂർണ്ണമായി താമസിച്ച് വേദപഠനത്തിൽ മുഴുകുന്നു. അവർക്ക് അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സ്പെഷ്യൽ കോച്ചിങ് ആധുനിക വിദ്യാഭ്യാസ പദ്ധതി അനുസരിച്ചുകൊണ്ട് കൊടുത്തു വരികയും ചെയ്യുന്നു. തുടർന്ന് 6 വർഷത്തെ ഉപരിപഠനമാണ്. ആ വേദപഠനത്തോടൊപ്പം തന്നെ വേദാംഗ പഠനവും നിഷ്കർഷയായി നടന്നുവരുന്നു. ഈ കോഴ്സുകളെല്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത് മഹർഷി സാന്ദീപനി രാഷ്ട്രീയ വേദവിദ്യാ പ്രതിഷ്ഠാന്റെ സ്കീം അനുസരിച്ചാണ്. പരീക്ഷ നടത്തുന്നതും MSRVVP തന്നെയാണ്. പാരമ്പര്യ രീതിയിൽ ഋഗ്വേദവും യജുർവേദവും പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിൽ വേദഗവേഷണ പദ്ധതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. വേദിക് റിസർച്ച് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ പ്രഭാഷണ പരമ്പരകൾ, സെമിനാറുകൾ തുടങ്ങി വിവിധ പ്രോഗ്രാമുകൾ സ്ഥിരമായി നടന്നുവരുന്നു. വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഭരണസമിതിയെ സഹായിക്കുന്നതിന് ഉപാധ്യായ സംഘം പോലുള്ള നിരവധി ഉപസമിതികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. MSRVVP ശൃംഗേരി, തിരുപ്പതി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായധനവും പൊതുജനങ്ങളിൽ നിന്നുള്ള സഹായധനങ്ങളുമാണ് പ്രധാനമായും മഠത്തിന് ലഭിക്കുന്ന വരുമാനം. കൂടാതെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ശ്രീശങ്കര ഹാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനവും മഠത്തിന് സഹായമാണ്. ഇത്തരം സഹായങ്ങളുടെ പിൻബലത്തോടെയാണ് വേദപഠനം ഭംഗിയായി നടന്നുവരുന്നത്. അതോടൊപ്പം കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള അഭിരുചി കോഴ്സുകളും അവിടെ സംഘടിപ്പിക്കുന്നു. കഥകളി, സംഗീതം, ചിത്രകല, യോഗ തുടങ്ങിയവയ്ക്കുള്ള സംവിധാനങ്ങളും ഭരണസമിതി അവിടെ ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ് മഠം കോംപ്ലക്സ്. ഈ മഠം ബിൽഡിംഗ് കോംപ്ലക്സിൻ്റെ പല ഭാഗവും ജീർണിച്ച അവസ്ഥയിലാണ്. അവ കാലാനുസൃതമായ വിധം ഭംഗിയായി റിനോവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നിരവധി തവണ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തു നിന്ന് സർക്കാരിൻ്റെ ചെറിയ തോതിലുള്ള സഹായം ലഭിക്കുകയും കുറേ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. എങ്കിലും ഇനിയും നിരവധി റിനോവേഷൻ പണികൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. സർക്കാരുകൾ ഈ മഠത്തെ വേണ്ട വിധം സംരക്ഷിക്കുവാൻ ആവശ്യമായ സഹായം ചെയ്തു തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മഹാമനസ്കരായ പൊതുജനങ്ങളുടെ സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മഠം കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണത്തോടൊപ്പം പൈതൃക മ്യൂസിയം, നവീകരിക്കപ്പെട്ട ഹോസ്റ്റൽ, ഗോശാല തുടങ്ങിയവ മഠത്തിൽ പ്രധാനമായി പ്രവർത്തനക്ഷമമാക്കണം എന്നാണ് ഞങ്ങളുടെ മോഹം. അന്നദാ പദ്ധതി അനുസരിച്ച് അന്നദാനത്തിനുള്ള സംവിധാനം പൂർണ്ണമായ തോതിൽ ഒരുക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാം പൊതുജനങ്ങളുടെയും സർക്കാരിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഈ വിധത്തിലുള്ള സഹായത്തോടെ പാരമ്പര്യവും സംസ്കാരവും
നിലനിർത്തുകയും വേദപഠനം ശക്തമാക്കുകയും ചെയ്തുകൊണ്ട് ക്രമേണ ഈ ബ്രഹ്മസ്വം മഠത്തെ ഒരു വേദ സർവകലാശാലയാക്കി മാറ്റണം എന്നാണ് മഠം ആഗ്രഹിക്കുന്നത്.